ഇന്ത്യയിലെ മുസൽമാന്റെ പൗരത്വം എന്താ? ഇന്ത്യയിലെ മുസൽമാന്റെ പൈതൃകം എന്താ? അവൻ എന്നോ വന്നവനാണ്, ഏതോ കൊള്ളക്കാരായ രാജാക്കന്മാരിലൂടെ കടന്നു വന്നവനാണ്. അതുകൊണ്ട് അവരുടെ സ്മാരകങ്ങളൊക്കെ ഞങ്ങൾ ഇടിച്ചു പൊളിക്കാൻ പോവുകയാ. മുസൽമാനെ തന്നെ ഇന്ത്യയിലെ പൗരത്വം തറത്താക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാന്റെ പൈതൃകം ചോദ്യം ചെയ്യുന്നവരെ നിങ്ങളൊന്നറിയുക, ഇന്ത്യയുടെ നമ്മുടെ ഭരണകർത്താക്കൾ ഹിന്ദുക്കളായതുകൊണ്ടല്ല നമ്മളിത് പറയുന്നത്. ഹിന്ദു മുസ്ലിമിനെ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഉണ്ടോ? ഞങ്ങൾക്ക് മുസ്ലിം ഞങ്ങളെ ഭരിക്കണമെന്നൊരു നിർബന്ധമില്ല. ജവഹർലാലിനെ ആദരവോടുകൂടി കാണുന്ന സമുദായം, ഗാന്ധിജിയെ മഹാനായ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി കാണുന്ന സമുദായം, ഞങ്ങൾ വേണമെങ്കിൽ 25% മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 30 കോടിയോളമുണ്ട്. 75 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരു 15 കൊല്ലം പ്രധാനമന്ത്രിയായി മുസ്ലിം ഇരിക്കട്ടെ എന്ന് വാദിക്കാൻ പാടില്ലേ? ആരേലും വാദിച്ചോ? ആഭ്യന്തരമന്ത്രി ഒരു 15 കൊല്ലം മുസ്ലിമിന് കിട്ടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് മുസ്ലിം പ്രധാനമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ആഭ്യന്തരമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദുവായ പ്രധാനമന്ത്രി തന്നെ മതി, ഹിന്ദുവായ ആഭ്യന്തരമന്ത്രി തന്നെ മതി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹിന്ദു അല്ലാതായി പോയതിലാണ് ഞങ്ങളുടെ പരാതി, ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി. ദയവായി പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, ദയവായി ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു, അതിമഹത്തായ സനാതന പാരമ്പര്യം പേറുന്ന മഹത്തായ സഹിഷ്ണുതയുടെ പൈതൃകമുള്ള ഹൈന്ദവ ധർമ്മത്തെ മാനം കെടുത്തിക്കൊണ്ട് നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പ്രക്രിയകൾ ഹൈന്ദവ ധർമ്മത്തെയാണ് അധിക്ഷേപിക്കുന്നത്. ഗാന്ധിജി പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി, നിങ്ങൾ ഹിന്ദു ആകാത്തതിലാണ് ഞങ്ങളുടെ പരാതി. നിങ്ങൾ ഹിന്ദു ആവുക, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊരു പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം തന്നെ ലോകത്തിനെന്നും മാതൃകയായിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം കൊണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് മറ്റെന്ത് മഹത്വമാണ് ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യാനുള്ളത്? വൈവിധ്യവും വൈരുദ്ധ്യവും എങ്ങനെയാണ് സമഞ്ജസമായി സമ്മേളിക്കുന്നത് എന്ന് ഇന്ത്യ രാജ്യം ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ നേരെ ലോകത്തിൻ്റെ കണ്ണും കരളും പല കാലത്തും തിരിയാൻ കാരണമായിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യം അതിൻ്റെ മഹിതമായ സനാതനമായ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ രാജപാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പുതിയ റൂട്ടിലൂടെ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നുവോ എന്ന് ഖേദത്തോടുകൂടി വേദനയോടുകൂടി ഇന്ത്യൻ ജനത ചിന്തിക്കേണ്ട ഒരു ദുർവഹമായ സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രശ്നം എന്ന് ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ രാമൻ്റെ ദുഃഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന് ഹിന്ദുസ്ഥാൻ എന്ന് പേര് കൊടുത്തത് അറബികളും പേർഷ്യക്കാരുമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമം നെഹ്റു. കാശ്മീരി പണ്ഡിറ്റായ ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിൻ്റെ നാമം കിട്ടിയത് നദിക്കരയിൽ താമസിക്കുന്നത് കൊണ്ട് നദിക്ക് അറബിയിൽ പറയുന്ന പേര് നെഹ്ർ എന്നാണ്. അതുകൊണ്ട് നദിക്കരയിൽ താമസിച്ചയാളെന്ന അർത്ഥത്തിൽ കിട്ടിയതാ നെഹ്റു എന്ന്. ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതെല്ലാം രാജ്യത്തിൻ്റെ പേര് മുസൽമാൻ നൽകിയതാണത്രേ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് വന്നതാണത്രേ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യൻ, അവനെ ഇന്ത്യ വിളിക്കുന്ന പേരെന്തെന്നറിയോ? ആദമി എന്നാണ്. ഇന്ത്യ ആദമിൻ്റെ മണ്ണാണ്. ആദമിൽ നിന്നാണ് കുല്ലുക്കും മിൻ ബനി ആദം വ ആദമു മിൻ തുറാബ്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിക്കൊണ്ട് മനുഷ്യരാശിയെ മുഴുവൻ അറഫയിൽ കറുത്തവൻ വെളുത്തവൻ ഭേദമില്ലാതെ ഉച്ചനീചത്വങ്ങൾക്കെല്ലാം അതീതമായി അറഫയുടെ മൈതാനിയിൽ 23 കൊല്ലക്കാലത്തെ ത്യാഗനിർഭരമായ അധ്വാനത്തിനൊടുവിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, അയ്യുഹന്നാസേ, ജനങ്ങളെ. അവിടെ രാജ്യാതിർത്തികൾക്ക് അതീതമായി മാനവവംശത്തെ ഒന്നിച്ചഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ പ്രവാചകൻ അല്ലയോ ജനങ്ങളെ എന്നാണ് വിളിച്ചത്. രാഷ്ട്രാതിർത്തികളുടെ പേരിൽ നമ്മളെ രാഷ്ട്രത്തെ അതിർതിരിക്കുന്നത് ഒരു തെറ്റായി നാം ആരും കാണുന്നില്ല. ഭരണ സൗകര്യത്തിന് വേണ്ടി അത് ചെയ്യുന്നത് തികച്ചും ന്യായമാണ്. പക്ഷേ രാഷ്ട്രാതിർത്തികളുടെ പേരിൽ മനുഷ്യരാശിയെ വേർതിരിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് അത് കഴിയൂ.
ഒരിക്കലും അത് കഴിയാത്തതാണ്. മഹാനായ പ്രവാചകൻ വിളിച്ചു, യാ അയ്യുഹന്നാസ് കുല്ലുക്കും മിൻ ബനി ആദം വ ആദമു മിൻ തുറാബ് വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. ഇന്ത്യയിൽ പിറന്ന, ഇന്ത്യയിൽ വന്നിറങ്ങിയ ആദമിന്റെ മക്കളാ നിങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇന്ത്യയുടെ പുത്രന്റെ മക്കളാ നിങ്ങൾ. മുഹമ്മദ് നബിക്ക് അത് പറയാൻ നാണം ഉണ്ടായില്ല, ഒരു മടിയുണ്ടായില്ല. ഇന്ത്യക്കാരനായ ഇന്ത്യയിൽ ജീവിതം ആരംഭിച്ച മുഹമ്മദ് ആദമിന്റെ മക്കളാണ് നിങ്ങൾ. ആദമു മിൻ തുറാബ്. ആദമോ പൊന്ന് കെട്ടിയവനല്ല, പൊന്നിൽ നിന്നും വെള്ളിക്കട്ടിയിൽ നിന്നും പിറന്നവനല്ല. ആദമോ മണ്ണിന്റെ മകനാണ്. ആദമു മിൻ തുറാബ് എന്ന് ലോകത്തെ മാനവികതയുടെ ഏകത പഠിപ്പിച്ചു പോയ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, ആദമിന്റെ മക്കളാ. ആ ആദമിന്റെ മക്കളാണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ ഇസ്ലാമിൽ നമുക്ക് സ്ഥാനമില്ല. ഓരോ മുസ്ലിമും, അവൻ സൗദി അറേബ്യക്കാരനാണെങ്കിലും ആദമിന്റെ മണ്ണെന്ന നിലയിൽ ഇന്ത്യയെ ആദരിക്കുന്നുണ്ട്. ആദമിന്റെ മന്റെ പിതാവിന്റെ തറവാട് എന്ന വിധത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവനാ സൗദി അറേബ്യക്കാരൻ. തറവാട് മുസൽമാൻ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്, മറ്റൊരു രാജ്യമില്ല, അത് ഇന്ത്യയാണ്. അങ്ങനത്തെ ഒരു രാജ്യം. അപ്പോൾ എവിടെ തുടങ്ങുന്നു മുസൽമാന്റെ വരവ്? പൗരത്വം ആരോടാ തെളിയിക്കണ്ടേ? പൗരത്വം എവിടെ പോയാൽ തെളിയിക്കണ്ടേ? ആരാണ് പൗരത്വം ചോദിക്കാൻ മാത്രം ഇവിടെ യോഗ്യരായതെന്ന് നാം ശരിക്കും ആലോചിക്കണം. അങ്ങനെ ആദമിന്റെ മകനായി പിറന്നു എന്ന് അഭിമാനത്തോടുകൂടി സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട്, ഹിജാസിൽ നിന്നുകൊണ്ട്, മക്കയിൽ നിന്നുകൊണ്ട്, അറഫയിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ പ്രഖ്യാപിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ആദമിന്റെ മക്കളാണ് ഈ മനുഷ്യ മക്കൾ എന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യം നൽകുന്ന സാക്ഷ്യപത്രം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു, രാജ്യത്തിന്റെ പേര് നൽകിയത് മുസ്ലിം സംസ്കാരമാണ്, ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പേര് നൽകിയത് ഇസ്ലാമിക സംസ്കാരമാണ്, നെഹ്റു. ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കുന്ന മനുഷ്യന് മനുഷ്യനെന്ന് വിളിക്കാൻ നാമം നൽകിയതാരാണ്? ഇന്ത്യയിലെ മനുഷ്യനെ വിളിക്കുന്ന പേരെന്താ? നിങ്ങൾ പറ. ഇന്ത്യയിലെ മനുഷ്യനെ വിളിക്കുന്ന പേരെന്താ? ഹിന്ദി ഇന്ത്യയുടെ ദേശഭാഷയായ രാഷ്ട്രഭാഷയിൽ മനുഷ്യനെ പറയുന്നത് എങ്ങനെയാ? ഹിന്ദിയുടെ ഡിക്ഷണറി പരിശോധിച്ചിട്ടുള്ളവനാണ് ഞാൻ. മനുഷ്യനെ വിശേഷിപ്പിക്കാൻ, വിളിക്കാൻ ഹിന്ദി ഡിക്ഷണറിയിൽ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ആദമി, രണ്ട് ഇൻസാൻ. അത് അറേബ്യ എന്ന് വന്നതാണ്. മുസ്ലിം അല്ലാത്ത ഹിന്ദു എഴുതിയ ഇന്ത്യൻ രാഷ്ട്രഭാഷയായ ഉറുദുവിലല്ല, അറബിയിലുമല്ല, ഇന്ത്യയുടെ ദേശീയ ഭാഷ. ആ ഭാഷയിൽ മനുഷ്യനെ വിളിക്കാൻ ആദമി എന്നൊരു പദം എങ്ങനെ വന്നു? ആദമിന്റെ മക്കളെന്ന് ഇന്ത്യക്കാരനെ വിളിക്കപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രഭാഷയിൽ. ലോകത്തൊരു ഭാഷയിലും അതില്ല. സ്പാനിഷ് ഭാഷയിൽ മനുഷ്യനെ ആദമി എന്ന് വിളിക്കൂല, ജർമ്മൻ ഭാഷയിൽ വിളിക്കൂല, ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കൂല, ലോകത്ത് വേറൊരു ഭാഷയിലുമില്ല, ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകളിലുമല്ല. ഇന്ത്യൻ രാഷ്ട്രഭാഷയുടെ നിഘണ്ടുവിൽ മനുഷ്യനെ വിളിക്കുന്ന പേര് ആദമി എന്നാണെങ്കിൽ ഇന്ത്യ അത് സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രഭാഷ അത് വിളംബരം ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും അത് അംഗീകരിക്കുന്നു. അടുത്ത കാലത്ത് ഡൽഹിയിൽ പിറന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങി വന്ന അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പാർട്ടിക്ക് പേരിട്ടപ്പോഴും വിളിച്ചതെന്തെന്നാണ്? ആദമി എന്നാണ്. മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ആദമി എന്നതാണ് ഏറ്റവും ഫിറ്റായ പേരെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം പോരെ ഇന്ത്യ ആദമിന്റെ മക്കളുടേതാണെന്ന് തെളിയിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ഇന്നോളം പറഞ്ഞോ? 1000 ആണ്ട് ഇന്ത്യ അടക്കി ഭരിച്ച മുഗൾ ഭരണകർത്താക്കൾ പോലും പറഞ്ഞു, ഇന്ത്യ ഞങ്ങളുടേതാണ്, പുറത്തു പോടാന്ന് പറഞ്ഞോ ഇവിടുത്തെ ഹിന്ദു ജനതയോട്? ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ആദമിന്റെ മക്കൾ അവരിന്ത്യ ഭരിക്കാൻ വന്നു. ബാബറിന്റെ പേര് പറയുകയാണ് ഇപ്പോൾ. അവരിന്ത്യ ഭരിക്കാൻ വന്നത് എന്തിനെന്നറിയോ? പിതാവിന്റെ ഭൂമി തേടി വന്നതാണ്, പിതൃഭൂമി തേടി വന്നതാണ്. ഇന്ത്യ മറ്റുള്ളവർക്കെല്ലാം മാതൃഭൂമിയാകുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന്, ഒരുപക്ഷെ മുസ്ലിമിന് മാത്രം ഇന്ത്യ മാതൃഭൂമി ആയതുപോലെ ഇന്ത്യ പിതൃഭൂമി കൂടിയാണ് എന്ന് ഇന്ത്യയിലെ മുസൽമാന്റെ പൗരത്വം പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ, ആദം ആദ്യത്തെ നബിയാണ്. ആദം ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രബോധകനാണ് എന്ന് പറഞ്ഞാൽ ആദം പ്രബോധനം ആരംഭിച്ചത് ആണ് ഇസ്ലാം. ഇസ്ലാം ആദമിൽ തുടങ്ങി, അല്ലേ? ഇസ്ലാം ആദമിൽ തുടങ്ങിയെങ്കിൽ ഇസ്ലാം എവിടെ തുടങ്ങി? ആദം ഇന്ത്യയിലാണെങ്കിൽ ഇസ്ലാം എവിടെ തുടങ്ങി? ഇസ്ലാം ഇന്ത്യയിൽ തുടങ്ങി. ഇസ്ലാം എവിടെ തുടങ്ങി? ഇസ്ലാം ഇന്ത്യയിൽ തുടങ്ങി. അതിനുശേഷമാണ് മറ്റെല്ലാം വന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പൗതൃകമുള്ള ഒരു സമൂഹത്തിനോട്
പൗരത്വം തെളിയിക്കാൻ നമ്മുടെ രാജ്യം ഒരു കാലത്തും ആവശ്യപ്പെട്ടിട്ടില്ല. അറിയുമോ നമുക്ക്? നമ്മുടെ രാജ്യത്ത് 1000 ആണ്ട് ഭരിച്ച നമ്മുടെ മുഗൾ ഭരണാധികാരികൾ ഈ രാജ്യത്തിന് നേടിത്തന്നതല്ലാതെ അവർ ആക്രമിച്ചു, രാജ്യം കീഴ്പ്പെടുത്തി എന്നൊക്കെ പറയാമെങ്കിലും 1000 ആണ്ടോളം ഭരിച്ചപ്പോഴും അവർ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ ലയിച്ചു ചേരാനാണ്. അവരൊരിക്കലും ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിച്ചവരല്ല. ഇന്ത്യ രാജ്യത്ത് ഇന്നും പുരാന ദില്ലിയിൽ പോയാൽ, പഴയ ഡൽഹിയിൽ പോയാൽ മുഗൾ ഭരണകർത്താക്കളുടെ മുഴുവൻ ശവകുടീരങ്ങൾ ഇന്ത്യയിലാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നത് പിതൃഭൂമിയിൽ അന്തി ഉറങ്ങാൻ കൂടിയാ. അതുകൊണ്ടാണ് അവർ 1000 ആണ്ട് ഭരിച്ചപ്പോഴും ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗക്കാരായ ഹിന്ദുവിനെയോ ക്രിസ്ത്യനെയോ അതുപോലെ തന്നെ ഈ രാജ്യത്തെ ബുദ്ധനെയോ ജൈനനെയോ വേർതിരിച്ച് ഭരിച്ചില്ല എന്നവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബറിന്റെ അവസാനത്തെ വസിയ്യത്ത് പോലും സ്വന്തം മകന് നൽകിയ വസിയ്യത്തിൽ പറയുന്നത് നിങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു പറ്റണമെന്നാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് കുത്തബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ സുഭദ്രവും താജ്മഹൽ പോലെ സുന്ദരവുമായ 1000കണക്കിന് തിരുശേഷിപ്പുകൾ ബാക്കിയിട്ടുകൊണ്ട് ഇന്നും ഇന്ത്യ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നത് ആ ഡൽഹിയിലെ പുരാതന സൗധങ്ങളാണ്. അതിലൊന്ന് ബാബർ പൊളിച്ചു, ആ ബാബർ പണിതു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് അങ്ങ് പൊളിച്ചു കളഞ്ഞ് മുസ്ലിമീങ്ങളെ നോവിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം വളരെ ബാലിശമായി പോയി എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നാണ്. നമ്മുടെ രാഷ്ട്രം നിലനിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. നമ്മുടെ ഇന്നലത്തെ ഭരണാധികാരികൾക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ നമ്മുടെ ഭരണകർത്താക്കൾ ഹിന്ദുക്കളായതുകൊണ്ടല്ല നമ്മളിത് പറയുന്നത്. ഹിന്ദു മുസ്ലിമിനെ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഉണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി മുസ്ലിമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരിൽ പലരുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് മുസ്ലിം ഞങ്ങളെ ഭരിക്കണമെന്നൊരു നിർബന്ധമില്ല. ജവഹർലാലിനെ ആദരവോടുകൂടി കാണുന്ന സമുദായം, ഗാന്ധിജിയെ മഹാനായ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി കാണുന്ന സമുദായം, ഞങ്ങൾ വേണമെങ്കിൽ 25% മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 30 കോടിയോളമുണ്ട്. 75 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരു 15 കൊല്ലം പ്രധാനമന്ത്രിയായി മുസ്ലിം ഇരിക്കട്ടെ എന്ന് വാദിക്കാൻ പാടില്ലേ? ആരേലും വാദിച്ചോ? ആഭ്യന്തരമന്ത്രി ഒരു 15 കൊല്ലം മുസ്ലിമിന് കിട്ടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് മുസ്ലിം പ്രധാനമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ആഭ്യന്തരമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദുവായ പ്രധാനമന്ത്രി തന്നെ മതി, ഹിന്ദുവായ ആഭ്യന്തരമന്ത്രി തന്നെ മതി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹിന്ദു അല്ലാതായി പോയതിലാണ്. ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി. ദയവായി പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, ദയവായി ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു, അതിമഹത്തായ സനാതന പാരമ്പര്യം പേറുന്ന മഹത്തായ സഹിഷ്ണുതയുടെ പൈതൃകമുള്ള ഹൈന്ദവ ധർമ്മത്തെ മാനം കെടുത്തിക്കൊണ്ട് നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പ്രക്രിയകൾ ഹൈന്ദവ ധർമ്മത്തെയാണ് അധിക്ഷേപിക്കുന്നത്. ഗാന്ധിജി പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി, നിങ്ങൾ ഹിന്ദു ആകാത്തതിലാണ് ഞങ്ങളുടെ പരാതി. നിങ്ങൾ ഹിന്ദു ആവുക, എത്രയും വേഗം ഹിന്ദു ആവുക, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊരു പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു. ജവഹർലാൽ അടക്കമുള്ളവർ പൗരത്വ ഇന്ത്യ രാജ്യത്തെ മുസൽമാന്റെ പൈതൃകവും ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്തതിൽ മുസ്ലിമീങ്ങൾക്കുള്ള പങ്കാളിത്തവും തിരിച്ചറിഞ്ഞ് 800 കൊല്ലം മുസൽമാൻ ഭരിച്ചിട്ട് ഇന്ത്യൻ ജനത അവരോട് പറഞ്ഞോ ക്വിറ്റ് ഇന്ത്യ, പുറത്തു പോടാന്ന് പറഞ്ഞോ? ആരെങ്കിലും? ഒരു ക്വിറ്റ് ഇന്ത്യ കേൾക്കാതെ ഇന്ത്യ രാജ്യത്തെ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു. പക്ഷെ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരൻ എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം അവർ കെട്ടിപ്പടുത്തത്? ഇവിടുത്തെ ഭരണക്രമമെല്ലാം ഏറ്റവും മനോഹരമായി സ്വർണ്ണ നൂലിഴകൾ കൊണ്ട് കെട്ടിപ്പടുത്തു. ഇവിടുത്തെ കോടതി സംജ്ഞകൾ ഇന്നും നിലനിൽക്കുന്നത് മുഗളന്മാരുണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ല. ഇവിടുത്തെ ആമീനും ഇവിടുത്തെ ഹർജിയും ഇവിടുത്തെ റദ്ദാക്കലും അതുപോലെ തന്നെ ഇവിടുത്തെ മുൻസിഫ് കോർട്ടും ഇവിടുത്തെ ളിലഉം ജില്ലയും അതുപോലെ തന്നെ താലൂക്കും അടക്കം ഈ രാജ്യത്തിന്റെ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെല്ലാം 200 വർഷക്കാലത്തെ ബ്രിട്ടീഷുകാരന്റെ സർവസംഹാരിയായ ഇംഗ്ലീഷ് മേധാവിത്വത്തിന്റെ 200 വർഷക്കാലത്തെ അരിയിട്ട് വാഴ്ചക്കാലത്തിന് ശേഷവും അതൊന്നും ഇംഗ്ലീഷ് വൽക്കരിക്കാൻ ബ്രിട്ടീഷുകാരന് പോലും തോന്നിയില്ല. കാരണം അതിനു മുമ്പേ ഇവിടുത്തെ മുഗളന്മാർ ഉണ്ടാക്കി വെച്ച ആ സംജ്ഞകൾ ഇന്നും തുടരുകയാ. അത്ര വലിയ സംഭാവനയാണ് ഈ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയത്. സ്മാരകങ്ങൾ മാത്രമല്ല, ഇവിടെ ഐക്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ച അവരെ ഈ രാജ്യം വിട്ടു പോകണമെന്ന് ഈ രാജ്യത്ത് ഒരാൾ പോലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവരോട് ക്വിറ്റ് ഇന്ത്യ പറയാൻ